ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി. തുടക്കം ഏപ്രിൽ 19-ന്, സംസ്ഥാനം 2ാം ഘട്ടത്തിൽ ഏപ്രിൽ 26-ന് പോളിംഗ് ബൂത്തിലേക്ക്, വോട്ടെണ്ണൽ ജൂൺ 4-ന്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരും മുന്നേ തിരക്കിട്ട് കുടിശ്ശിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ധനവകുപ്പ്. 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ റബ്ബറിനുള്ള 10 രൂപ ഉൽപാദന ബോണസും അനുവദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BDJS. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും ഇടുക്കിയിൽ സംഗീത വിശ്വനാഥനും. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്ന കുറ്റമേ കേജ്രിവാൾ ചെയ്തിട്ടുള്ളൂ എന്ന് റോസ് അവന്യൂ കോടതി. ജമ്മു കശ്മീർ പീപ്പിൾസ് ഫ്രീഡം ലീഗിനും ജമ്മു കശ്മീർ പീപ്പിൾസ് ലീഗിലെ 4 വിഭാഗങ്ങൾക്കും നിരോധനം. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള നടപടി ഭീകരവാദബന്ധം ആരോപിച്ച്. കാനഡയിലെ ഒന്റാറിയോയിൽ ഇന്ത്യൻ വംശജരായ 3-അംഗ കുടുംബം വീടിന് തീപിടിച്ച് മരിച്ച നിലയിൽ. സംഭവം മാർച്ച് 7-ന് 3 പേർ കൊല്ലപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് വെള്ളിയാഴ്ച. സംസ്ഥാനത്ത് മഞ്ഞ റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്ററിംഗ് 2ാം ദിനവും മുടങ്ങി. പ്രതിസന്ധിക്ക് കാരണം സെർവർ പണിമുടക്കിയതെന്ന് ഭക്ഷ്യവകുപ്പ്. മുടങ്ങുന്നത് തുടർച്ചയായി 2ാം ദിനം. മരുന്ന് വിതരണം കച്ചവടക്കാർ നിർത്തിവെച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡയാലിസിസ് പൂർണ്ണമായി നിലച്ചു. മരുന്ന് വിതരണം തടസ്സപ്പെട്ടിട്ട് ഒരാഴ്ച. ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണനെ അവസാനിപ്പിക്കാനാണ് പിണറായി വിജയൻ സ്ഥാനാർത്ഥിത്വം നൽകിയതെന്ന് VD സതീശൻ. K. രാധാകൃഷ്ണൻ അബദ്ധത്തിൽ സർക്കാരിൽ മന്ത്രിയായതെന്നും പ്രതിപക്ഷ നേതാവ്. ഈ വർഷത്തെ IPL-ന്റെ 2ാം പകുതിയും ഇന്ത്യയിൽ തന്നെ. പൊതു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ 2ാം ഷെഡ്യൂൾ UAE-യിൽ നടത്തുമെന്ന റിപ്പോർട്ടുകൾ തള്ളി IPL ചെയർമാൻ അരുൺ ധുമാൽ. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.